മക്കളെ, ഇന്ന് നമുക്ക് ഹാത്തിയോം കി രഹ്ഗുസർ എന്ന യാദവേന്ദ്രന്റെ ഘടനാവർണ്ണനം നോക്കാം. എക്സ്പ്ലെയിൻ വീഡിയോ ആണ്. മീനിങ് വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. കേരൾ और तमिलनाडु की सीमा पर बसे जंगली बात है जंगल की बात है. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു വനത്തിലാണ് ഈ സംഭവം നടന്നത്. സീമാപ്പർ ബസേ അതിർത്തി വസിക്കുന്ന ജംഗൾ കി ബാത്, ജംഗൾ പറഞ്ഞ കാട്, കാട്ടിലെ കാര്യം, കാട്ടിൽ നടന്ന വനത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഏക്ക് ഹത്തിനി, ഒരു പെണ്ണാന, അപ്പനെ ദോ ബച്ചോ കെ സാത്ത്, തൻ്റെ 2 കുട്ടികളോടൊപ്പം, സടക്ക് പാർ കർ രഹി ഥി, റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. സൈക്കിൾ സെ ഷഹർ ജാ രഹി ഏക് യുവകിനെ, സൈക്കിളിൽ പട്ടണത്തിലേക്ക് പോകുന്ന ഏക് യുവക്, ഒരു യുവാവ്, ഇസ്കാ വീഡിയോ, ഇതിൻ്റെ വീഡിയോ, ബനാലിയ, ഇതിൻ്റെ വീഡിയോ നിർമ്മിച്ചു. കുച്ച് മഹീനോം പഹലെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, യഹ് വീഡിയോ, ഈ വീഡിയോ, ഗൂബ് ഫൈല, നന്നായി വൈറലായി. ऐसा नहीं है कि हाथी और उसके बच्चों ने पहली बार कोई सड़क पार की हो. ऐसा नहीं है, ഇങ്ങനെയല്ല, ഹാത്തി और उसके बच्चों, ആനയും അതിൻ്റെ കുട്ടികളും, പഹലി ബാർ, ആദ്യത്തെ പ്രാവശ്യമല്ല, റോഡ് പാർ കി ഹോ, ക്രോസ് ചെയ്യുന്നത്. ഒരു പുതിയ സംഭവമൊന്നുമല്ല, അവരാദ്യമായിട്ടൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത്. यहाँ घास दा एक बच्चे का बहुत छोटा होना. ഇവിടുത്തെ പ്രത്യേകത, ഗാസ് പറഞ്ഞ പ്രത്യേകത, ഇവിടുത്തെ പ്രത്യേകത, ഏക് ബച്ചെ, ഒരു കുട്ടി, ബഹുത്ത് ചോട്ടാ ഹോന, വളരെ ചെറുതായിരുന്നു എന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുട്ടി, ഒരു ആനക്കുട്ടി, വളരെ ചെറിയൊരു ആനക്കുട്ടിയായിരുന്നു. സടക്ക് ഓർ ജംഗൾ കെ ബീച്ച്, റോഡിനും കാടിനുമിടയിൽ, ഡിവൈഡർ ബനാദ, ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ, ചെറിയ ഉയരത്തിലുള്ളൊരു ഡിവൈഡർ ആയിരുന്നു അത്. ജിത്തനി ഹീദി, അതായത് അത്രമാത്രമേ ആ ആനക്കുട്ടി ഉണ്ടായിരുന്നു. ആനക്കുട്ടി എത്ര വലിപ്പമാണോ ഉണ്ടായിരുന്നത്, അത്രയും വലിപ്പത്തിലൊരു ഡിവൈഡർ ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഹത്തിനി और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. ഹത്തിനി, പെണ്ണാനയും, ഉസ്കാ ബഡാ ബച്ച, അതിൻ്റെ വലിയ കുട്ടിയും, ആസാനി സെ, സിമ്പിളായിട്ട്, ഡിവൈഡർ പാർ കർ ഗയ, ഡിവൈഡർ ക്രോസ് ചെയ്തു. പർ ചോട്ട ഇദർ ഹി രഹ് ഗയ, പക്ഷേ ചെറിയ കുട്ടി ഇദർ ഹി, അവിടെ തന്നെ നിന്നു. എവിടെയാണോ ഡിവൈഡർ ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് തന്നെ അത് നിന്നു, അതിന് ക്രോസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിന്നു. മാം കോ അന്തേശാദ, അമ്മയ്ക്ക് വളരെയധികം ആശങ്കയായി, വളരെയധികം വിഷമമായി. ഇസ്ലിയെ വോ ജംഗൾ മേ ന ജാക്കർ, അതുകൊണ്ട് തന്നെ വോ ജംഗൾ മേ ന ജാക്കർ, കാട്ടിലേക്ക് പോവാതെ, സടക്ക് കി തരഫ്, റോഡിന് നേരെ, മൂഹ് കർക്കെ, മുഖം തിരിച്ച്, ദേക്കിനെ ലേകി, നോക്കാൻ തുടങ്ങി. बच्चे से डिवाइडर पार नहीं हो रहा है, बच्चे से डिवाइडर पार नहीं हो रहा है, ആ കുട്ടിക്ക് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. വഹ് ലൗട്ടി और അത് തിരിച്ചു ചെന്നു. ഡിവൈഡർ കെ പാസ് ജാക്കർ, ഡിവൈഡറിന്റെ അടുത്ത് ചെന്നിട്ട്, ബച്ചെ കോ സൂണ്ട് സേ, കുട്ടിയെ തുമ്പി കൈകൊണ്ട്, സഹാര ദിയ, സപ്പോർട്ട് ചെയ്തു. ബച്ചെ കോ പീച്ചെ സെ ധക്കേൽത്തെ ഹുയെ, കുട്ടിയെ പീച്ചെ സെ, പിന്നിൽ നിന്നും തള്ളുക, ധക്കേലമ തള്ളുക, പിന്നിൽ നിന്നും തള്ളിയിട്ട്, ദീർവാർ പർ ചടായ, ആ ഡിവൈഡറിലേക്ക് കയറ്റി. തബ് ജാക്കർ വഹ് ഡിവൈഡർ പാർ കർ സക, അപ്പോൾ അതിന് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ സാധിച്ചു. ഫിർ വേ തീനോ, പിന്നീട് അവർ 3 പേരും, തീനോ 3 പേരും, ജംഗൾ മേ ചലേ ഗയെ, കാട്ടിലേക്ക് പോയി. ഇസ് കാമമേ, ഈ പ്രവൃത്തിയിൽ, 15-20 മിനിറ്റ് ലഗേ, 15-20 മിനിറ്റ് എടുത്തു. ആ ആനക്കുട്ടിയെ അവിടെ നിന്നും അപ്പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 15-20 മിനിറ്റ് എടുത്തു.
तब तक सड़क के दोनों और गाड़ियों रोके लोग खड़े रहे. അപ്പോഴേക്കും സടക്ക് കെ ദോനോം ഓർ റോഡിന്റെ ഇരുവശവുമായിട്ട് ഗാഡിയ വണ്ടികൾ രോക്കെ നിർത്തി ആളുകൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രേം ബരി കോശിഷ് കോ, ഈ സ്നേഹം നിർഭരമായിട്ടുള്ള വളരെയധികം സ്നേഹം നിറഞ്ഞ കോശിഷ് പരിശ്രമം ധീരജ് കെ സാത്ത് ധൈര്യത്തോടു കൂടി നിഹാർത്തെ രഹേ നോക്കിക്കാണാൻ തുടങ്ങി. हाथियों से जुड़ी एक और घटना याद आ रही है. ആനകളുമായി സംബന്ധിച്ച ഏക് ഘടന, ഒരു സംഭവം കൂടെ യാദ് ആ രഹാ ഹെ, ഓർമ്മ വരുന്നു ലേഖകന് ഈ സംഭവം കണ്ടപ്പോൾ. അത് മാത്രമല്ല, ഇതുപോലെ ആനയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടെ ഓർമ്മ വരികയാണ്. കോയി 10 साल पहले राजाजी फॉरेस्ट रिजर्व के चीला रेंज से होते हुए ऋषिकेश से हरिद्वार की तरफ लौट रहे थे. शाम का समय था. ഞങ്ങൾ ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് മടങ്ങുകയായിരുന്നു. രാജാജി ഫോറസ്റ്റ് റിസർവിലെ ചില റേഞ്ചിലൂടെ കടന്നുപോയി. വൈകുന്നേരമായിരുന്നു സമയം. एक जगह पतली सी पहाड़ी नदी सड़क को पार करती थी. एक जगह, ഒരു സ്ഥലത്ത് ഒരു ഇടുങ്ങിയ മലവെള്ളപ്പാച്ചിൽ, റോഡ് മുറിച്ച് കടന്നങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. വഹ ഹാത്തിയോ കെ സടക്ക് പാർ കർണേ കി ജഗഹ ഹെ. അത് पतली सी पहाड़ी नदी सड़क के पार करती थी. वहाँ नदी की दोनों तरफ लिखा हुआ है. അവിടെ നദിയുടെ രണ്ട് സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, യഹ് ഹാത്തിയോ കെ സടക്ക് പാർ കർണേ കി ജഗഹ് ഹെ. ഇത് ആനകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണ്. യദി ആപ്കോ ഹാത്തി ദിക്കായി ദേ തോ രുക്ക് ജായേ. ഒരു പക്ഷേ നിങ്ങൾ ആനയെ കാണുകയാണെങ്കിൽ നിൽക്കണം, വണ്ടി നിർത്തണം. ഹാത്തിയോ കോ സടക്ക് പാർ കർണേ ദേ. ആനകൾ റോഡ് ക്രോസ് ചെയ്യട്ടെ. മുജെ യഹ് ലിഖ ദേഖ്ന ഹമേശ രോമാഞ്ചിത കർത്താത. ഈ എഴുത്ത് എനിക്ക് ഈ എഴുത്ത് കാണുന്നത് തന്നെ എപ്പോഴും രോമാഞ്ചിതമായിരുന്നു, വളരെയധികം രോമാഞ്ചം നൽകുമായിരുന്നു, വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു എന്ത്, ആ എഴുത്ത് കാണുന്നത് തന്നെ. അപ്പോൾ അതിലൂടെ ആനകൾ പാസ് ചെയ്യുന്നത് കാണുകയാണെങ്കിലോ അതിലേറെ സന്തോഷമായിരിക്കും അല്ലേ. ലേക്കിൻ അബ് തക് ഹാത്തിയോ കോ വഹാം സെ ഗുസർത്തെ നഹീ ദേഖാത. പക്ഷേ ഇതുവരെ ആ ലേഖകൻ അതിലൂടെ കടന്നു പോയിട്ടുണ്ട് പല തവണ, പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് ആനകൾ അതിലൂടെ ക്രോസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടില്ല. ഗുസർത്തെ നഹീ ദേഖ് സക്താത, ദേഖ്ത നഹീ ദേഖാത, അതിലെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇസ് ബാർ വഹാം പഹുഞ്ചത്തെ ഹി ഹമേം നദി കി ദോനോ തരഫ് ഗാഡിയാ ഗഡി ദിഖ. ഇസ് ബാർ, ഇത്തവണ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ റോഡിൻ്റെ നദിക്ക് തോന്നുന്നത്, ആ നദിയുടെ രണ്ട് സൈഡിലുമായിട്ട് ആ റോഡിൽ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഹം ബി ഗഡേ ഹോഗെ, ഞങ്ങളും അവിടെ നിന്നു. അന്തേര ഹോനെ ലഗത, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഇസ്ലിയെ കുച്ചു ലോഗോനെ അപ്പനി ഗാഡിയോ കി ഹെഡ്ലൈറ്റ് ജലാ ലീതി. ഇതുകൊണ്ട് തന്നെ ആളുകൾ സ്വന്തം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. मेरी नज़र सामने एक बड़े हाथी पर पड़ी. മേരി നസർ സാമനെ, എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ വലിയൊരു ആനയെ കാണാൻ കഴിഞ്ഞു. മേനെ ഇത്തനാ ബഡാ ഹാത്തി പഹലെ കബി നഹീ ദേഖാത. ഞാൻ ഇത്രയും വലിയൊരു ആനയെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കബി നഹീ ദേഖാത, ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉസ്കെ 60-70 मीटर പീച്ചെ ലഗ്ഭഗ് 20 ചോട്ടെ ബഡേ ഹാത്തിയോ കാ ഏക് ജുണ്ട് ഗോൾ ബന്ദ് കർ രഖാത. അതിൻ്റെ ഏകദേശം ഒരു 60-70 മീറ്റർ പിന്നിലായിട്ട് ഏകദേശം 20 ചെറുതും വലുതുമായിട്ടുള്ള ആനകളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. हाथियों ने वह झुंड अपने बच्चों को बीच में रखने के लिए बनाया था. ആനകൾ ആ കൂട്ടം തൻ്റെ കുട്ടികളെ ഇടയിൽ വെച്ചിട്ട് ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരുന്നു. ബച്ചെ ബീച്ച് മേന്തേ, കുട്ടികൾ അതിൻ്റെ ഉള്ളിലായിരുന്നു. അതായത് ആനകൾ ഇങ്ങനെ ഒരു വലയം പോലെ ആണ്, അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്, കുട്ടിയുള്ളത്.
और बड़े हाथियों ने उन्हें चारों तरफ से घेर रहा था और बच्चे बीच में थे और बड़े हाथियों ने വലിയ ആനകൾ ഉനെ ചാരോ തരഫ്സെ അതിന് നാല് വശത്തു നിന്നും വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗീർന വലയം ചെയ്യുക. ലേക്കിൻ ബच्चे तो बच्चे ठहरे പക്ഷേ കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ. हर दूसरे मिनट पर कोई न कोई बच्चा घेरा तोड़कर बाहर निकल जाता था. हर दूसरे മിനിറ്റ് ഓരോ അടുത്ത സെക്കൻഡിലും ഈ ആനക്കുട്ടി ഈ ആനകളുടെ വലയം ഭേദിച്ചിട്ട് ബച്ച ഗേര തൊടുക്കർ ആ വലയം ഭേദിച്ചിട്ട് ബാഹർ നികൽ ജാത്തത പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ബഡേ ഹാത്തി വലിയ ആന ഉസ്സെ അതിനെ പക്കടുക്കർ പിടിച്ചിട്ട് ഗേരമേ ലേ ജാത്തത ആ വലയത്തിനുള്ളിലേക്ക് തന്നെ കൊണ്ടുപോയി. അതായത് പുറത്തു പോകാൻ സമ്മതം നൽകാതെ ആ കുട്ടികളെ ആ ആനകളുടെ ഒരു വലയം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരിങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സബ് ബഡാ മസേദാർ അത് വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. ലേക്കിൻ സബ്സേ സ്യാദ गैर तलबदा सरदार का कुनबे की अगुवाई का टंग. हाथियों का झुंड जहां का तहां गड़ा रहा और सरदार सदे कदमों से तीनों तरफ देखता हुआ धीरे धीरे सड़क तक आया. എന്നാൽ ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യം ആനത്തലവൻ കൂട്ടത്തെ നയിച്ച രീതിയായിരുന്നു. ഹത്തിയോങ്ക ജുണ്ട് ജഹാംക തഹാങ്കടാരഹ ആനക്കൂട്ടം അവിടെ നിന്ന് തന്നെ യാത്ര തുടർന്നു. और सरदार सदे कदमों से तीनों तरफ देखता हुआ धीरे धीरे सड़क तक आया. ആനക്കൂട്ടം അങ്ങനെ അവർ വരുന്ന ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ വലിയ ആനത്തലവൻ എന്ത് ചെയ്തു? ധീരെ ധീരെ പതുക്കെ പതുക്കെ സടക്ക് തക്ക് റോഡ് വരെ വന്നു. സടക്ക് पर पहुंचकर उसने चौथी तरफ यानी पीछे मुड़कर भी देखा. റോഡിലെത്തിയതിനു ശേഷം അത് നാല് വശവും നോക്കാൻ തുടങ്ങി. വഹ് ഷായത് പൂരി തസല്ലി കർ ലേന ചാത്താതാക്കി അതൊരു പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു ആശ്വാസം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഉൻകെ കുൻബെ പർ കോയി ഖത്തറ നഹീ ഹേ അതിൻ്റെ കുനുബെ അതിൻ്റെ കുടുംബത്തിന് യാതൊരു ആപത്തുമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അത് ആ ആന സ്വയമായിട്ട് മുമ്പോട്ടേക്ക് പോയത്. സർദാർ ഹാത്തി ബീച്ച് സടക്ക് പർ 2-3 മിനിറ്റ് ഗഡാരഹ അങ്ങനെ ആ തലവനായിട്ടുള്ള ആന റോഡിന് ഇടയിൽ 2-3 മിനിറ്റ് നേരം നിന്നു. ഫിർ ചാരോ തരഫ് ഏക്ക് ഗോൾ ചക്കർ ലഗായ പിന്നെ 4 വശത്തേക്ക് നോക്കി. ഇസ്കെ ബാദ് സടക്ക് പാർക്കർ ഗംഗാ നദിക്ക് തരഫ് വാലെ ജംഗൾ കി ഓർ ചല അതിനുശേഷം റോഡ് ക്രോസ് ചെയ്തിട്ട് ഗംഗാ നദിക്ക് നേരെയുള്ള കാട്ടിലേക്ക് പോയി. കരീബ് 50 മീറ്റർ ആകെ ചാക്കർ വഹു രുക്കുകയ ഏകദേശം 50 മീറ്റർ മുമ്പോട്ടേക്ക് പോയതിനു ശേഷം വഹു രുക്കുകയ അത് നിന്നു. ഉസ്നെ ഫിർസെ മുടുക്കർ ദേക്ക പിന്നീട് അത് തിരിഞ്ഞു നോക്കി. ചാരോ തരഫ് ദേക്ക് പൂരി തസല്ലിക്ക് 4 വശവും നോക്കി പൂർണ്ണമായിട്ടുള്ള ആശ്വാസം പൂർണ്ണമായും യാതൊരു പ്രശ്നവുമില്ല ഉപദ്രവിക്കാൻ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. ഫിർ വാപ്പസ് മുടുക്കർ അപ്പനെ പിന്നീട് തിരിച്ച് അപ്പനെ കുനുബേക്ക് തരഫ് ചല തൻ്റെ കുടുംബത്തിന് നേരെ തന്നെ നടന്നു. ബീച്ച് സടക്ക് പർ ടഹർക്കർ ഉസ്നെ ഫിർ ചാരോ तरफ देखा और अपने कुनबे के पास आया. ഇടയ്ക്ക് റോഡിൽ വീണ്ടും 4 വശവും നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പിന്നീട് കുടുംബത്തിന് നേരെ പോയി. കുനുബ ധീരജ് സെ അപ്പനെ സർദാർ കാ ഇന്തസാർ കർത്ത ഗഡാദ ആ കുടുംബം ധൈര്യത്തോടുകൂടി ആ തലവനെ കാത്തു നിൽക്കുകയായിരുന്നു. സർദാറിനെ ഉൻസെ ക്യാ കഹാ യഹ് തോ ഹം നഹീ ജാൻതെ ആ തലവൻ അവരോട് എന്താണ് പറഞ്ഞത് ആനത്തലവൻ എന്താണ് അവരോട് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ലേക്കിൻ ഹംനെ ദേക്ക പക്ഷെ ഞങ്ങൾ കണ്ടു. സർദാർ ഹാത്തി ആകെ ആകെ റുസ്ക കുൻബ പീച്ചെ പീച്ചെ ഗംഗാക്കി തര ബഡ ഞങ്ങൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ആ തലവനായിട്ടുള്ള ആന മുമ്പിലും പിന്നിലായിട്ട് മറ്റ് ആനക്കൂട്ടങ്ങൾ അതിൻ്റെ കുടുംബത്തിലുള്ള ആനകൾ എല്ലാവരും പിന്നിലുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഗംഗാ നദിക്ക് നേരെ നടക്കുന്നു. സടക്ക് പർ സർദാർ ഹാത്തി ഏക് ബാർ ഫിർ ഗഡാ ഹുവാ ചാരോ തരഫ് സെ ദേക്ക और ഗംഗാ की तरफ कदम बढ़ा दिया. റോഡിലെ സർദാർ ആ നേതാവായിട്ടുള്ള ആന ഒരിക്കൽ നിന്നു. എന്നിട്ട് 4 വശവും നോക്കി ഗംഗാ നദിക്ക് നേരെ നടന്നു. പീച്ചെ പീച്ചെ ഉസ്കാ പൂരാ കുൻബ പാനി പീനെ കെ ലിയെ ജംഗൾ കെ ചലാ ഗയ പിന്നാലെയായിട്ട് അതിൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും വെള്ളം കുടിക്കാൻ ജംഗൾ മേ ചലാ ഗയ കാട്ടിലേക്ക് പോയി. മേനെ ഇസ്സെ പഹലെ ഇത്തനി
संजीदगी और धीरज के साथ अपना फर्ज निभाते किसी को नहीं देखा था, किसी इंसान को भी नहीं. ഇത്രയും ഗൗരവത്തോടെയും ക്ഷമയോടെയും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ആരെയും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ പോലും.